ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കപ്പ് കേക്കാണ്. അപ്പോൾ കപ്പ് കേക്ക് ഞാനല്ല ഉണ്ടാക്കിയത്, എൻ്റെ മോളുണ്ടാക്കിയ കപ്പ് കേക്കാണ്. അപ്പം നമുക്ക് നോക്കാം അവൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറേ നാളായി വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നല്ല. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ചൂടാക്കിയ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊന്ന് പിരിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതാ പാൽ നന്നായി പിരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന മൈദയും കൊക്കോ പൗഡർ, കോൺഫ്ലവർ, ബേക്കിംഗ് സോഡ എല്ലാം ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഓളെ ഇഷ്ടത്തിന് ഓള് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ ഒരു കപ്പ് കേക്കാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും എന്നാലും കുറേ ഭാഗം നന്നായിട്ടുണ്ട്. ഓളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഓൾ ഉണ്ടാക്കിയതാണ്. അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്ററിൽ ശരിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായി പോയിന് ബാറ്റർ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാലോ. അപ്പോൾ കേക്കെല്ലാം നന്നായിട്ടുണ്ടായിന് ഉണ്ടാക്കി തിന്നുന്ന സമയത്ത്. അപ്പോൾ ഇതാ അതിൽ മുട്ടൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. മുട്ട പതപ്പിച്ചതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് കൊടുക്കുക. പിന്നെ കുറച്ച് ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കപ്പിലേക്ക് നമുക്ക് 3/4 ഭാഗമായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് എടുത്തത്, എന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതാ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പം അടിപൊളിയായിട്ടുണ്ട്. നന്നായി അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറേ ഭാഗം ശരിയായിട്ടുണ്ട്. ഫസ്റ്റിലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.